ഹലോ, നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച ദിവസമാണിത്. വാർത്താ സമ്മേളനത്തിന് വിളിച്ചു വരുത്തി മാധ്യമപ്രവർത്തകരെ വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചതും ഇന്നാണ്. വോട്ടിന് നോട്ട് വിവാദവും ഇന്ന് സജീവ ചർച്ചയായി. പൊതുജനം കഴുതയല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. വിഷം വിതയ്ക്കുന്നവരും ലൈഫ് സെറ്റിലാകാൻ മറുകണ്ഠം ചാടുന്നവരും ഓർത്തിരിക്കണം. ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അക്കാര്യം മറക്കുന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. അന്താരാഷ്ട്ര മുഖച്ഛായയുള്ള ദേശീയപാത 66 കണ്ട് വിസ്മയിച്ചവരാണ് നമ്മളിൽ പലരും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റിനു വേണ്ടി വാദിക്കുന്നവർ കാണാതെ പോയ ചിലരുണ്ട്. മുഖം മാറിയ ദേശീയപാതയുടെ വശങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴയുന്നതാണ് ദേശീയപാതയോര ജീവിതങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അതിനിടെ കോഴിക്കോട് പന്തീരാങ്കാവിൽ ടോൾ പിരിവും തുടങ്ങാൻ പോവുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദേശീയപാത 66 വെങ്ങളം രാമനാട്ടുകര റീച്ചിലുള്ള പന്തീരങ്കാവിലെ ടോൾ പ്ലാസയാണിത്. അടുത്ത ദിവസം തന്നെ ഇതിലൂടെയുള്ള യാത്രക്കാർക്ക് ടോൾ കൊടുത്ത് കടന്നു പോകേണ്ടി വരും. അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ. എന്നാൽ സർവീസ് റോഡിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും കാര്യങ്ങൾ ഒരുക്കാതെ എങ്ങനെ ടോൾ പിരിക്കാനാകുമെന്ന ചോദ്യമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ നാളെയോ മറ്റന്നാളോ തന്നെ പന്തീരങ്കാവിൽ ടോൾ പിരിവ് ആരംഭിക്കും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. സർവീസ് റോഡുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും പണി പൂർത്തിയായ ശേഷമേ ടോൾ പിരിക്കാനാകൂവെന്ന നിയമം നിലനിൽക്കെയാണ് പന്തീരങ്കാവിലെ ഈ തിരക്കിട്ട ടോൾ പിരിവ്. ഈ സർവീസ് റോഡ് മെട്രോ ഹോസ്പിറ്റൽ മുതൽക്ക് ഹൈലൈറ്റ് വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡിന് വീതി വളരെ കുറവാണ്. അതുപോലെ തന്നെ കൂടത്തുംപാറയിൽ നിന്ന് ഈ മാമ്പുഴ പാലം വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡ് വളരെ വീതി കുറവാണ്. അത് ഏകദേശം ഒരു 2.5-3 മീറ്റർ മാത്രമേ ഉള്ളൂ. മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ട്രാഫിക് ജാമായി പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിത്യേന നിരവധി തവണ ടോൾ കടന്നു പോകേണ്ടി വരുന്ന പ്രദേശവാസികളുടെ ടോൾ സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പാലായി മേഖലയിൽ നിന്നും ഒളവണ്ണ പന്തീരങ്കാവ് മേഖലയിൽ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ പ്രധാനമായി ആശ്രയിക്കേണ്ട റോഡാണ്. ഈ മേഖലയിൽ സർവീസ് റോഡും ഇല്ല. കാരണം ഈ ടോളിൻ്റെ സൈഡിലും അതോടൊപ്പം തന്നെ പാലവുമായി ബന്ധപ്പെട്ടൊന്നും സർവീസ് റോഡും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനുള്ള സർവീസ് റോഡ് ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ളൂ. ഓട്ടോറിക്ഷ ശരിക്ക് ഹൈവേയിൽ പ്രവേശിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഓട്ടോറിക്ഷയ്ക്ക് പോകാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് സർവീസ് റോഡ് ഉള്ളത്, സർവീസ് റോഡ് ഇല്ലാത്തത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നിലപാടിന് മാറ്റം വരുന്നത് സാധാരണ ജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിക്കൊണ്ട് ടോൾ അനുവദിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അനുമതി കിട്ടിയ ശേഷം ടോൾ പിരിവ് ഉടൻ ആരംഭിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുന്നത്. കാരണം ഇവിടെ സർവീസ് റോഡുകളൊന്നും പൂർണ്ണമല്ല. ആ രീതിയിൽ ഉള്ള സംവിധാനത്തിൽ ടോൾ പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ തുടങ്ങുന്ന നിമിഷം ഞങ്ങൾ ശക്തമായി പൊതുജനങ്ങളെ ഇറക്കി തടയുന്നതായിരിക്കും. 3 പാലങ്ങൾ പൂർത്തിയാകാനുണ്ട്. സർവീസ് റോഡുകൾ മിക്കയിടത്തും അപൂർണമാണ്. നിർമ്മിച്ചയിടത്താകട്ടെ വീതി നന്നേ കുറവ്. എന്നാൽ കൂടുതൽ ഭൂമി ഏറ്റെടുത്താലേ സർവീസ് റോഡ് വീതി കൂട്ടാനാകൂവെന്നാണ് ദേശീയപാത അധികൃതരുടെ വാദം. അതുകൊണ്ട് തന്നെ പണി തുടങ്ങാൻ ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. സർവീസ് റോഡിന്റെ വീതി പലയിടത്തും നന്നേ കുറവ്. ഭൂമി ഏറ്റെടുപ്പ് പോലും പലയിടങ്ങളിലും ആരംഭിച്ചിട്ടില്ല. അതിനു മുൻപേ ടോൾ പിരിവ് ആരംഭിക്കാനാണ് തീരുമാനം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകൾ ഇനിയുമുണ്ട്. ഇവ പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 24ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ, യൂട്യൂബിലടക്കം പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത്. രവികുമാർ പറയുന്നുണ്ട്, ദേശീയപാത നിർമ്മാണം ആദ്യം നല്ല രീതിയിലാണെന്ന് ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തിട്ട് മതി ടോൾ പിരിവ് എന്ന കാര്യം. സീന മുഹമ്മദ് പറയുന്നു, കുഴികൾക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ജനങ്ങൾക്കെന്ന്. മിനിബാബു പറയുന്നുണ്ട്, വികസനം നല്ലത് തന്നെ, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് എന്ന്. തീർച്ചയായും ഈ പ്രേക്ഷകർ പറയുന്ന കമന്റിലേതുപോലെ തന്നെ സംസ്ഥാനത്തെ ദേശീയപാത വികസനം പുരോഗമിക്കുമ്പോൾ തന്നെ അത് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ
അങ്ങനെ അപൂർണമായ ഈ പാതയിൽ ടോൾ പിരിക്കുക എന്നത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകളിലൂടെ അല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ സർവീസ് റോഡിലൂടെയൊക്കെ പോകുന്നതിനും ജനങ്ങളുടെ പോക്കറ്റ് പിഴിയുക എന്നത് നല്ലതല്ല. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരുമൊക്കെ ഈ കാര്യം പരിശോധിക്കേണ്ടതാണ്. നേരത്തെ ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ പലതവണ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് അറിയാം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൌട്ട് ആകുന്നത് എന്ത് കഷ്ടമാണല്ലേ. ഇങ്ങനെ പറഞ്ഞതുപോലെയാണ് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറം സെന്റ് പീറ്റേഴ്സ് ചർച്ച് റോഡിലെ യാത്ര. നല്ല റോഡാണല്ലോ, കത്തിച്ചു വിടാമെന്ന് കരുതി പോയാൽ റോഡിൻ്റെ ഒത്ത നടുക്കുള്ള വാരിക്കുഴിയിൽ വീഴും. പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴിയാണ് 2 മാസമായിട്ടും മൂടാത്തത്. നാട്ടുകാർ ഒടുവിൽ കുഴിയിൽ വാഴ വെച്ചു. അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ റോഡുകളിലൊന്നാണ് മേലെ വെട്ടിപ്പുറം സെന്റ് പീറ്റേഴ്സ് റിംഗ് റോഡ്. അവിടെയാണ് വലിയൊരു കുഴി രൂപപ്പെട്ട് കഴിഞ്ഞ 2 മാസമായി റോഡ് തകർന്നു കിടക്കുന്നത്. ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ റിംഗ് റോഡ് സൈഡ്. ഏറ്റവും അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു ഇറക്കം ആയതുകൊണ്ട് ഏറ്റവും സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. ഈ തൊട്ടടുത്ത ദിവസം ഇവിടെ ഒരു അപകടമുണ്ടായ ഒരു കൊച്ചു പയ്യൻ മരണപ്പെടുകയുണ്ടായി. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് വളരെ അവരോട് എത്ര പറഞ്ഞാലും അത് ശരിയാക്കത്തില്ല. ഒരു 1.5 മാസത്തോളമായി ഇപ്പം ഈ കുഴി രൂപപ്പെട്ടു. എൻ്റെ മകൻ ഇവിടെ തന്നെ 2 ബൈക്ക് ഒരേ ദിശയിൽ വന്ന് ഒരാൾ മരണപ്പെട്ട അന്നേരം തന്നെ. മകന് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പം അവൻ ജോലിയുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു വളവിലാണ് ഈ അപകടം എല്ലാം സ്ഥിരമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ കുഴിയോട് ചേർന്ന് ഇവിടെ അപകടമുണ്ടായി. അപകടത്തിൽപ്പെടുന്നതേറെയും ഇരുചക്ര വാഹന യാത്രികർ. ശബരിമല തീർത്ഥാടന കാലമായതോടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ജനപ്രതിനിധികളടക്കം ഇതുവഴി പലപ്പോഴും സഞ്ചരിക്കാറുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവരാരും ഈ കുഴിയോ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ കണ്ടില്ല എന്ന് നടിക്കുന്നു. വെള്ളക്കെട്ടാണ് ഇവിടെ. അതായത് വലിയ പൈപ്പ് ഇതുവഴി ലൈനിൽ പോയിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊട്ടിയായിരുന്നു, അത് കഴിഞ്ഞ് അവർ അടച്ചു, അത് കഴിഞ്ഞ് പിന്നെയും പൊട്ടി, അതും അടച്ചു. ഇതിപ്പോൾ 3ാമത്തെ ഇതാണ്. അതേപോലെ ഇവിടെ നല്ലൊരു കുഴിയായി മാറി. പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം PWDയിൽ പറഞ്ഞതാണ്. പക്ഷേ PWDക്കാരല്ല ഇത് ചെയ്യേണ്ടത്. വാട്ടർ അതോറിറ്റി അന്ന് പൈപ്പ് പൊട്ടിയ സമയത്ത് അവിടെ കുഴിയായി. അവരത് ശരിയാക്കിയതിന് ശേഷം ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു 1-2 മാസം കൊണ്ട് ഇങ്ങനെ അടിയിൽ കൂടെ വെള്ളം ലീക്കായിട്ട് റോഡ് പൊട്ടി ഇളകി നിൽക്കുക. ഇളകി കുറച്ച് ഇളകി പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി വന്ന് പൊത്തോ അതേ വീഴുന്നു. വീണിട്ട് വണ്ടി അങ്ങ് പോവുക, തീർച്ചയായും അങ്ങ് പോകുന്നുണ്ട്. 2 തരത്തിലാണ് ഇവിടെയുള്ള ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട്. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽ പെടുമോ എന്നുള്ള ആശങ്ക. മറ്റൊന്ന്, കുടിവെള്ളമാണ് ഇതിന് താഴെ കൂടെ കുത്തിയൊലിച്ച് പൊട്ടിയൊഴുകി പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഉണ്ണികൃഷ്ണൻ കെ പറയുന്നു എല്ലാ റോഡും കണക്കാണെന്ന്. ജോസഫ് പറയുന്നു മന്ത്രിമാരുടെ വണ്ടികൾ ഇതുവഴി പോകാൻ കോടതി ഉത്തരവ് വന്നാൽ റോഡ് പിറ്റേ ദിവസം ഓക്കെ ആകുമെന്ന്. ഏതായാലും ഇത്തരം റോഡുകൾ നാട്ടുകാർക്കുണ്ടാക്കുന്ന പൊല്ലാപ്പും ദുരിതങ്ങളും ചില്ലറയല്ല. അത്തരം റോഡുകളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ മുതൽ മുഴുവൻ മേലോട്ടുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെ വിചാരിക്കണം. ജനങ്ങളുടെ വിഷയങ്ങൾ, യാത്രാ പ്രശ്നങ്ങൾ അത് അടിയന്തിരമായി പരിഹരിക്കേണ്ടതാണ്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികൾ നൽകുന്നതൊക്കെ ഒരു 1.5 വാഗ്ദാനങ്ങളാകും. വിജയിച്ചാൽ ചിലതൊക്കെ നടപ്പാക്കും, ചിലതൊക്കെ നടപ്പാക്കാതെയും പോകും. വിജയിച്ചില്ലെങ്കിലോ? ആ ചോദ്യത്തിന് മാതൃകയാക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട DMK സ്ഥാനാർത്ഥി ജബക്കനി സ്വാമിദാസ്.
ജനങ്ങളുടെ മുഖ്യ ആവശ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട അവസരമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ജബക്കനി ഉപ്പുതറ പഞ്ചായത്തിലെ DMK സ്ഥാനാർത്ഥിയായി വോട്ട് തേടി പുറത്തേക്കിറങ്ങി. നാട്ടുകാർ ഒരു കാര്യം ചോദിച്ചു, ജയിച്ചാൽ ഞങ്ങൾക്കൊരു വഴി. പക്ഷെ ജബക്കനി തോറ്റു. പക്ഷേ വഴി അവിടെ കൃത്യമായി വന്നു. ആ കഥ ഒന്ന് കണ്ടാലോ. ജബക്കനി സ്വാമിദാസ് പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. തോട്ടം പൂട്ടിയതോടെ കൂലിപ്പണിയും തൊഴിലുറപ്പ് ജോലിയുമാണ് വരുമാനമാർഗം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ DMKയുടെ പിന്തുണയോടെ ഉപ്പുതറ പഞ്ചായത്തിലെ ലോണ്ടറി വാർഡിൽ നിന്ന് ജബക്കനി മത്സരിച്ചു. പ്രചരണത്തിനിടെ ലയത്തിനടുത്തുള്ള പള്ളിക്ക് സമീപം താമസിക്കുന്നവരോട് വോട്ട് ചോദിക്കാനെത്തി. പള്ളിയിലേക്കും ലയത്തിലേക്കുമുള്ള വഴി ശരിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി നടപ്പുവഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ജയിച്ചാൽ വീതിയിൽ റോഡ് വെട്ടിത്തരുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പുകൊടുത്തു. എന്നാൽ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ജബക്കനിക്ക് 200 വോട്ട് കിട്ടി. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും നാട്ടുകാർക്ക് നൽകിയ വാക്കുപാലിക്കാൻ ജബക്കനി തീരുമാനിച്ചു. മത്സരരംഗത്ത് ഞാനിവിടെ മത്സരിക്കാനായിട്ട് നിന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഒരു നടപാത മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. ഇപ്പോൾ പള്ളി ഇവിടെ തൊട്ടടുത്ത് ഇതിൻ്റെ മേളിൽ തന്നെ ഒരു പള്ളിയുണ്ട്, ദേവാലയം. ശനിയാഴ്ച അവർ ആരാധിക്കുന്നതാണ്. അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് ഞാൻ പറയുകയുണ്ടായി, ഇതുപോലെ തന്നെ ഞാൻ ജയിച്ച് കയറി വന്ന നിങ്ങൾക്ക് ഞാൻ റോഡ് വെട്ടിത്തരാം, വണ്ടി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പം നമുക്ക് ജയിക്കാൻ പറ്റിയില്ല, എന്നാൽ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റോഡ് നമ്മൾ വെട്ടിക്കൊടുക്കാനുള്ള കാരണം. നടപ്പുവഴി 12 അടി വീതിയിലും 75 മീറ്റർ നീളത്തിലുമുള്ള റോഡാക്കി മാറ്റി. ഓപ്പൺ ഡോർ പള്ളിയുടെ ഭാഗത്ത് വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന വാഗ്ദാനവും ജബക്കനി പാലിച്ചു. 2020 സ്വതന്ത്രയായി മത്സരിച്ച് 234 വോട്ട് നേടി ജബക്കനി രണ്ടാമതെത്തിയിരുന്നു. കുടുംബശ്രീയിലും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമാണ് ജബക്കനി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികളെ കാണാൻ വേണ്ടി 5 വർഷത്തെ കാത്തിരിപ്പായിരുന്നുവെന്ന് ചിലരെയെങ്കിലും ചിലർ കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ജബക്കനി പാലിച്ചത്. ഇത് ജയിച്ചവർക്ക് കൂടി ഒരു പാഠമാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. റീന സതീശൻ പറയുന്നു, ജനസേവനത്തിന് ഒരു അധികാര കസേരയുടെ പിൻബലവും ആവശ്യമില്ല എന്നതിന് തെളിവാണ് ജബക്കനിയുടെ ഈ വാക്കുപാലിക്കലെന്ന്. തീർച്ചയായും നല്ലൊരു മാതൃകയാണ് ജബക്കനി സ്വാമിദാസ്. ജനപ്രതിനിധി ആയില്ലെങ്കിലും നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം ജബക്കനി പാലിച്ചിരിക്കുകയാണ്. ആ റോഡ് സ്വന്തം ചെലവിൽ വെട്ടി നൽകിയിരിക്കുകയാണ്. പക്ഷേ എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് സാധ്യമാകണമെന്നില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകി ഈ നിലയിൽ റോഡ് വെട്ടി കൊടുക്കണമെന്നില്ല. പക്ഷേ ചിലർക്കെങ്കിലും അത് കഴിയുന്നതിൽ വളരെ സന്തോഷവുമുണ്ട്. ഇന്ന് കേരളം ഉണർന്നത് അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് കൂറുമാറാൻ 1/2 കോടി രൂപ എന്ന വാർത്ത. ഈ വാർത്ത കേട്ടവർ മൂക്കത്ത് വിരൽ വയ്ക്കുമെന്നതിൽ തർക്കമില്ല. ഇങ്ങ് കേരളത്തിൽ തൃശ്ശൂരിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കാനാണ് ഈ വാഗ്ദാനമെന്നാണ് ആരോപണം. ആരോപണ വിധേയനും പണം വാഗ്ദാനം ചെയ്തെന്ന് ആരോപണ വിധേയൻ പരാമർശിച്ച പാർട്ടിയുമൊക്കെ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും സംശയങ്ങൾ ബാക്കിയാണ്. വോട്ടിന് നോട്ടെന്നത് കേരളത്തിലും പ്രചാരത്തിലാവുകയാണോ എന്ന ചർച്ച സജീവമാകുമ്പോൾ ചില കൂറുമാറ്റ കഥകളിലേക്ക് നമുക്കൊന്ന് പോകാം. വർഷം 2008. കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 1ാം UPA സർക്കാർ. ആണവ കരാറിനെ ചൊല്ലി ഇടതു പാർട്ടികൾ UPA സർക്കാരിന് പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ. കേന്ദ്ര സർക്കാർ വിശ്വാസ വോട്ടിലേക്ക് കടന്നു. വിശ്വാസ വോട്ടെടുപ്പ് ദിവസം 3 BJP MPമാർ ലോക്സഭയിൽ നോട്ടുകെട്ടുകൾ ഉയർത്തിക്കാട്ടി. മഹാവീർ ഭഗോഡ, ഫഗൻ സിംഗ് കുലസ്തെ, അശോക് അർഗൽ എന്നിവരായിരുന്നു ആ BJP MPമാർ. വിശ്വാസ വോട്ടിനെ പിന്തുണയ്ക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യാനാണ് 1 കോടി രൂപ കോഴ നൽകിയതെന്നായിരുന്നു ആരോപണം. അന്ന് 3 MPമാർക്ക് ആകെ 1 കോടി രൂപയെന്നതായിരുന്നു ആരോപണമെങ്കിൽ ഇന്ന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനാണ് 1/2 കോടി രൂപ കോഴ വാഗ്ദാനം എന്ന് പ്രേക്ഷകർ അറിയുക. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 സീറ്റുകൾ വീതമായിരുന്നു. മുസ്ലിം ലീഗ് സ്വതന്ത്രനായി ജയിച്ച ജാഫർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോടാണ് കോഴ വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞത്. ഒന്നുകിൽ 1/2 കോടി രൂപ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം എന്നതായിരുന്നു വാഗ്ദാനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFന് വോട്ട് ചെയ്ത ജാഫർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്തതുമില്ല. ജാഫറിന്റെ വോട്ടിൽ LDF ജയിച്ചു. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്.
50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. വിവാദമായതോടെ EU ജാഫർ മലക്കം മറിഞ്ഞു. വോട്ടെടുപ്പിന് ശേഷം ഒളിവിൽ പോയെന്ന് UDF ആരോപിച്ച ജാഫറിനെ 24 കണ്ടെത്തി. ഞാൻ സ്വാഭാവികമായിട്ടും മുസ്തഫാനായിട്ട് മുന്നും ഇതുപോലെ പല സംസാരങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ ആളെയാണ് വിളിച്ച് സംസാരിച്ചത്. കാരണം ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കാശ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ഞാനത് ലൈവിൽ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനത് വെറുതെ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. UDF ഏതായാലും ജാഫറിനും CPIM-നുമെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPM-ഉം ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. UDF ആരോപണം CPIM നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ടുവാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. കൂറുമാറ്റവും കാലുമാറ്റവും കേരളത്തിൽ പുതുമയല്ല. അത്തരം ചില സംഭവങ്ങളിലേക്കാണ് ഇനി. 1991 തിരുവനന്തപുരം നഗരസഭയിലെ മേയർ തിരഞ്ഞെടുപ്പിൽ CPIM-ലെ സ്റ്റാൻലി സത്യനേശനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പേരൂർക്കട സദാശിവന്റെ ഭാര്യ ലളിത സദാശിവനെ പരിഗണിച്ചത് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കി. അന്ന് BJP കൗൺസിലറായിരുന്ന MS കുമാർ സ്റ്റാൻലി സത്യനേശന്റെ അതൃപ്തി മനസ്സിലാക്കി കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തിന്റെ മേയർ സ്ഥാനാർത്ഥിയാക്കി. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പാങ്ങോട് കൗൺസിലർ കൃഷ്ണൻകുട്ടിയെയും നിർത്തി. ഇരുവരെയും തിരഞ്ഞെടുപ്പ് ദിവസം വരെ ഒളിവിൽ താമസിപ്പിച്ചത് MS കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു. 6 പേർ CPIM പക്ഷത്തു നിന്നും അത്തവണ കൂറുമാറി സ്റ്റാൻലിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഒറ്റ വോട്ടിന്റെ പിൻബലത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിനെ കൂറുമാറ്റത്തിലൂടെ താഴെയിറക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1982 K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സ്പീക്കർ AC ജോസിന്റെ കാസ്റ്റിംഗ് വോട്ട് കൊണ്ടാണ് ഓരോ ദിവസവും നിലനിന്നു പോയത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും 70 വോട്ടുകൾ വീതം ലഭിച്ചപ്പോഴെല്ലാം സ്പീക്കർ തന്റെ വോട്ടുപയോഗിച്ച് സർക്കാരിനെ രക്ഷിച്ചു. എന്നാൽ ഭരണപക്ഷത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസിലെ ലോനപ്പൻ നമ്പാടൻ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നതോടെ കരുണാകരൻ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായി. 1982 മാർച്ച് 17 കരുണാകരൻ രാജിവെച്ചു. ഇതേ തുടർന്ന് നിയമസഭ പിരിച്ചുവിടുകയും ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. ഇത്തരം കൂറുമാറ്റങ്ങൾ തടയാനായി പിന്നീട് 10ാം ഷെഡ്യൂൾ പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം ശക്തമാക്കി എന്നത് മറ്റൊരു കാര്യം. തദ്ദേശ സ്ഥാപനങ്ങളിലെ കൂറുമാറ്റം തടയാൻ കേരളത്തിൽ ശക്തമായ നിയമങ്ങളുണ്ട്. ദ കേരള ലോക്കൽ അതോറിറ്റീസ് പ്രൊഹിബിഷൻ ഓഫ് ഡിഫെക്ഷൻ ആക്ട് 1999 പ്രകാരം അവരെ അയോഗ്യരാക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിച്ച ശേഷം ആ പാർട്ടി വിടുകയോ പാർട്ടി വിപ്പിന് വിപരീതമായി വോട്ട് ചെയ്യുകയോ ചെയ്താൽ അയോഗ്യരാകും. ഒരു മുന്നണിയുടെ ഭാഗമായി ജയിച്ച സ്വതന്ത്ര അംഗം ആ മുന്നണി വിടുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്താലും അയോഗ്യത വരും. ഇങ്ങനെ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും കാലുമാറ്റവും കൂറുമാറ്റവും നാട്ടിൽ തുടർക്കഥയാവുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. ഷാജി പൊയ്കയിൽ പറയുന്നുണ്ട്, പൈസ കിട്ടുമെന്ന് കാണുമ്പോൾ ആരാണ് കൂറുമാറാത്തത്? അരക്കോടിയല്ലേ, എത്ര മാസം വേണം അത് ഒപ്പിക്കാൻ എന്ന്. ആശാ സിംഗപ്പൂർ പറയുന്നു, ഇന്നത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ എന്തും നേടുന്ന കാലമാണ്. ആർക്കും ആരോടും ഒരു വിശ്വാസമില്ല. അരക്കോടി എന്ന് കേട്ടാൽ ആരാണ് വീഴാത്തത് എന്ന്. അസ്മാബി പറയുന്നു, ജനങ്ങൾ പൊട്ടന്മാരല്ലെന്ന് ഇവർ അറിയുന്നില്ല. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന കാര്യം. നാണം കെട്ടവർ എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എൻ്റെ ഷാനവാസെ, ഇന്ന് രാവിലെ ഈ ജാഫറിനെ പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെയുള്ളവർ ഈ ജാഫർ എവിടെ, അന്ന് വോട്ട് ചെയ്തിട്ട് പോയതാണ്. 50 ലക്ഷം രൂപ തനിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കാം എന്ന 2 ഓഫറാണ് വെച്ചിരുന്നത് എന്ന കാര്യം അത് ജാഫർ പറയുന്നത്
അവിടുത്തെ കോൺഗ്രസിൻ്റെ വരവൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയോടായിരുന്നു. അതിൻ്റെ ശബ്ദരേഖയാണ് ലഭിച്ചത്. പക്ഷേ വോട്ട് ചെയ്ത ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് മുങ്ങിയ ഈ ജാഫർ എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. EU ജാഫറിനെ കണ്ടെത്തിയത് 24-ൻ്റെ കൊച്ചിയിലെ പ്രതിനിധി റാഫി കരീമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇതിൽ വസ്തുതയുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. വസ്തുതയുണ്ടെങ്കിൽ അതേതായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. അതിൻ്റെ വസ്തുതകൾ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. അതുവരെ ഏതായാലും ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്തതുകൊണ്ട് തന്നെ 24 അതിൻ്റെ വാർത്താ ദൗത്യം, ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു നാടിന് ഒന്നാകെ ഭീഷണിയായി മാറുകയാണ് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക്. തിരുവനന്തപുരം പോത്തൻകോട്ടാണ് ഈ അപകട ഭീഷണി ഉയർത്തി ടാങ്ക് നിൽക്കുന്നത്. പൊളിച്ചു മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും പരിഗണിച്ചില്ല. അടുത്തിടെയാണ് കൊച്ചിയിൽ ഇത്തരത്തിലൊരു പഴയ വാട്ടർ ടാങ്ക് തകർന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്ന കാര്യം വാട്ടർ അതോറിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ഓർക്കുക. അത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തൊക്കെ ഈ കൊച്ചിയിലെ ദുരന്തത്തിൽ നിന്ന് അധികൃതർ എന്തെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കുക. അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാണാം. പോത്തൻകോട് ശ്രീകാര്യം ഐരൂപ്പാറ റോഡിൽ മേലേമുക്കിലാണ് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് നിൽക്കുന്നത്. 1970കളിലാണ് ഈ വാട്ടർ ടാങ്ക് നിർമ്മിച്ചത്. പോത്തൻകോട് മേഖലയിലേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. കാലാന്തരത്തിൽ കുടിവെള്ളമെത്താൻ മറ്റു വഴികളെത്തിയതോടെ ടാങ്ക് ഉപയോഗശൂന്യമായി. 10 വർഷത്തിലധികമായി ഈ ടാങ്ക് വെറും നോക്കുകുത്തിയാണ്. അപകട ഭീഷണിയും ചെറുതല്ല. ടാങ്കിന്റെ പില്ലറുകളും മുകളിലുള്ള കോൺക്രീറ്റും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഓരോ ദിവസവും ഓരോ കോൺക്രീറ്റ് പാളി വീതം അടർന്ന് താഴേക്ക് വീഴും. 8-10 കൊല്ലം കൊണ്ട് കേടുപറ്റി. ഒരു 50-55 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇപ്പോഴും മുറിഞ്ഞ് ഇതിൻ്റെ ഇതിൻ്റെ പാളികൾ മോളിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് താഴോട്ട് വീഴാറുണ്ട്. നമ്മളെ പുറത്ത് വീഴലെന്നുള്ളതേ ഉള്ളൂ. പഞ്ചായത്തിൽ നിന്ന് ആരും വന്ന് നോക്കണമെന്നില്ല. പോത്തൻകോട് പട്ടണത്തിന്റെ തിരക്ക് പിടിച്ച ഭാഗത്താണ് വാട്ടർ ടാങ്ക് ഉള്ളത്. ചുറ്റും വിവിധ വ്യാപാര സ്ഥാപനങ്ങളും. ഭാഗ്യം കൊണ്ടാണ് ഇതുവരെയും കോൺക്രീറ്റ് പാളികൾ ആരുടെയും തലയിൽ വീഴാത്തത്. പൊളിച്ചു മാറ്റാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. ഇത് വെമ്പായം പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം. പക്ഷേ പോത്തൻകോട് പഞ്ചായത്താണ് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ഇതിൻ്റെ സ്ഥിതി. എപ്പോഴും വേണോ പൊളിഞ്ഞ് വീഴാം. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. നമ്മളൊക്കെ തൊട്ടടുത്ത കടകളിൽ ഇരിക്കുന്നവരാണ്. തിരക്ക് പിടിച്ച റോഡുമാണ്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു നടപടിയായാൽ. പലതവണ പരാതി പറഞ്ഞെങ്കിലും ഗ്രാമപഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കും കണ്ടമട്ടില്ല. ഇടയ്ക്കൊരിക്കൽ അറ്റകുറ്റപ്പണി എന്ന പേരിൽ കുറച്ച് സിമന്റ് തേച്ച് വെച്ചത് മാത്രമാണ് ഇവിടെ നടന്ന കാര്യമായ പണി. ഒരു പാളി കഴിഞ്ഞ ആഴ്ച നടന്ന് വീണത്. വലിയ വലിയ പാളികളാണ് വീണത്. എൻ്റെ കട അതിൻ്റെ ഷോപ്പ് ബാക്കിലാണ്. നമ്മളാണ് ഈ കൂടുതലും ഇവിടെ പണിയുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇനി ഈ അടുത്ത സമയത്ത് തന്നെ എറണാകുളത്ത് ഒരു ടാങ്ക് തകർന്ന് വീണാണ് കണ്ടതാണ്. പരാതിയായിട്ട് പഞ്ചായത്തിലൊക്കെ പറഞ്ഞായിരുന്നു. ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്നാണ് അറിവ്. വാട്ടർ ടാങ്കിന്റെ നവീകരണമല്ല, ഉപയോഗശൂന്യമായ ടാങ്ക് പൊളിച്ചു മാറ്റണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഈ പാളികൾ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന മനുഷ്യരുടെ തലയിലേക്ക് വന്ന് പതിക്കാത്തത്. അങ്ങനെ ഒരു അപകടം ക്ഷണിച്ചു വരുത്തരുത്. അതിനു മുൻപ് പരിഹാരമുണ്ടാകണം. ക്യാമറാമാൻ NS സജീവിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.